ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ 4 ആണ്ടിൽ നേര്യാവിൻ്റെ മകനായി ബാരൂക്ക് ഈ വചനങ്ങളെ യിരെമ്യാവിൻ്റെ വാമൊഴി പ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ, യിരെമ്യാ പ്രവാചകൻ അവനോട് പറഞ്ഞ വചനം എന്തെന്നാൽ: ബാരൂക്കേ, നിന്നോട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. അയ്യോ കഷ്ടം! ഞാൻ എൻ്റെ ഞെരുക്കം കൊണ്ട് തളർന്നിരിക്കുന്നു, ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ. ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ച് കളയുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു. ഭൂമിയിൽ എങ്ങും അത് അങ്ങനെ തന്നെ. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. ഞാൻ ദോഷമാ നിരൂപിച്ച ദോഷങ്ങൾ പ്രവർത്തിച്ചു, ഞാൻ ദോഷമായി നിരൂപിച്ച ദോഷങ്ങൾ പ്രവർത്തിച്ചു, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ.
എത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തുന്നു.